ഒരു അഭിപ്രായം അറിയാനാണ് 2020 ഇവിടെ ചോദിച്ചായിരുന്നു. അയ്യോ, സംശയമുണ്ടോ? UDF തന്നെ. അതിൽ ഒരു സംശയം വേണ്ട. കോൺഗ്രസിന് രക്ഷപ്പെട്ടു വരാൻ ഒരു സാധ്യതയില്ല. ഇടതുപക്ഷം തുടരും. പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവും. ആവൂല, അറിയില്ല ആരായിരിക്കും മുഖ്യമന്ത്രി സാധ്യത? റിയാസ് ആവും. ചെറുപ്പമല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി എന്ന് പറഞ്ഞ കള്ളയല്ലേ. ശൈലജ ടീച്ചർ നിൽക്കുമെങ്കിൽ കേരളത്തില് LDF വരുള്ളൂ. ഒരു അഭിപ്രായം അറിയാനാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അത് എത്രത്തോളം ജനങ്ങളെ ബാധിച്ചു, അല്ലെങ്കിൽ 2026 അധികാരത്തിൽ ആര് വരും എന്നുള്ള കാര്യത്തിൽ അത് എത്രത്തോളം ബാധിക്കും, ഇല്ലെങ്കിൽ അത് ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളത് നമുക്ക് ജനങ്ങളോട്, തിരുവനന്തപുരത്തെ ജനങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം. UDF ആണോ LDF ആണോ, അതോ ഇനി BJPക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടെന്ന് ജനങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. 2026 ആര് അധികാരത്തിൽ വരാൻ സാധ്യത? ഇവിടെ കേരളത്തില് വീണ്ടും വരേണ്ടത് പിണറായി വിജയൻ തന്നെ വരും. പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവും. ആവൂല. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും സാധ്യത കൂടുതൽ? ശൈലജ ടീച്ചറിനാവും, ശൈലജ ടീച്ചറിനായിരിക്കും. അല്ലെങ്കിൽ റിയാസ് ആവും. റിയാസിനാവാൻ സാധ്യത ഉണ്ടോ? കാരണം ഇപ്പൊ ചെറുപ്പമല്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അയാളെ മരുമോനാണ്. അതുകൊണ്ട് ചിലപ്പോ അയാള് അരിയേഷൻ ഒന്നും ഇല്ലാത്തൊരു മന്ത്രിയല്ലേ. അപ്പൊ അരിയേഷൻ ഒന്നും ഇല്ലാത്ത മന്ത്രി ആയതുകൊണ്ട് അയാളെ ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ശൈലജ ടീച്ചറാണ് ഡീസന്റ്. ഇപ്പോ ഈ കോൺഗ്രസിനോ BJPക്കോ നല്ല ഭംഗിയായിട്ട് ഭരിക്കാനുള്ള ഒരു ഇതില്ല. കാര്യം അവര് ഭയങ്കര അടിയൊഴുക്കും അവര് തമ്മിൽ പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇവര് പ്രശ്നക്കാരായിട്ട് നിൽക്കുന്നില്ല. ഇവർ ഒരു പാർട്ടിയുടെ കീഴിൽ, ഒരു കൊടിക്കീഴിൽ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പോവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോഴേ സ്വല്പം മന്ദഗതിയിൽ പോകുന്നത്, അത് അടുത്ത ഭരണം കൂടി കിട്ടുവാണെങ്കിൽ അത് മാറി വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ആര് ഭരിച്ചിരുന്നാലും സാധാരണക്കാരനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായ ഘടകം. അത്രയേ ഉള്ളൂ. ആര് ഭരിച്ചായിരുന്നാലും നമുക്ക് സാധാരണക്കാരന് ക്രമസമാധാനം നന്നായിരിക്കണം, ജീവിതത്തിന് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോവുക, ഇത്ര തന്നെ ആവശ്യം. പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവും ഉറപ്പായിട്ടും. ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം വെച്ച് അങ്ങനെ തന്നെയാണ്. 100%. വേറൊരു സാഹചര്യം എടുക്കാൻ ഇവിടെ ഒരു സാഹചര്യം മാറിയില്ല. പിന്നെ ഇപ്പോഴത്തെ നിലമ്പൂർ ഇലക്ഷൻ അതൊന്നും ബാധിക്കുന്നതല്ല. അതൊക്കെ എന്തോ അവരുടെ കോട്ടയിൽ. എന്നാലും നമുക്ക് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം നേടിയ ഒരു സ്ഥലമല്ലേ നിലമ്പൂരും പാലക്കാടെല്ലാം. ഇപ്പം രണ്ടും കോൺഗ്രസിനെ തന്നെ 2 പയ്യന്മാരെ അപകരിച്ചു കളഞ്ഞു. രാഹുൽ മാങ്കുട്ടും മറ്റവനും കൂടെ അപകരിച്ച് കോൺഗ്രസിന്, ഷാഫി പറമ്പിലും കൂടെ കോൺഗ്രസിനെ നശിപ്പിച്ചു. അവർക്ക് വലിയ നേതാവണമെന്നുള്ള അവർ ഒരൊറ്റ താല്പര്യത്തിൽ നിൽക്കുന്നു. BJP കുര്യന്റെ അഭിപ്രായം പോലും അവർ കേൾക്കാൻ സന്നദ്ധനല്ല. അയാളെ മണക്കിന് നാളെ ഇവർ ചവിട്ടി താഴ്ത്തി നിലമ്പൂർ ലീലെ കുളത്തിൽ താഴ്ത്തിയതുപോലെ ആക്കിക്കളെ. യൂത്തന്മാര് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഒന്നുമില്ല. കോൺഗ്രസിന് രക്ഷപ്പെട്ടു വരാൻ ഒരു സാധ്യതയില്ല. 2026 ആര് അധികാരത്തിൽ വരാനാണ് സാധ്യത? അയ്യോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് UDF ഇവിടെ എന്താണ് അഭിപ്രായം? സംശയമുണ്ടോ? UDF തന്നെ. UDF തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആവാൻ സാധ്യത? മുഖ്യമന്ത്രി UDFല് കോൺഗ്രസിന്റെ എല്ലാവർക്കും മുഖ്യമന്ത്രി ആവാൻ ഇതുള്ളവരാണ്, യോഗ്യത സാധ്യതയുള്ള VD സതീശൻ. എന്താണ് അഭിപ്രായം? 2026 ആരായിരിക്കും അധികാരത്തിൽ വരാൻ? ഇടതുപക്ഷം തുടരും. സീറ്റ് ലേശം കുറഞ്ഞാലും ഇടതുപക്ഷം തന്നെ തുടരും. ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്ന വികസന പരിപാടികൾ പൂർത്തിയാക്കണമെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആണ് ജനങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ അധികാരം. അതൊക്കെ ഒരു പ്രാദേശിക പ്രശ്നം. അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും? അത് പറയാൻ പറ്റില്ല, അപ്പോഴും തീരുമാനിക്കുകയല്ലേ ഉള്ളൂ. പാർട്ടിയല്ലേ, ഇടതുപക്ഷം തന്നെ ആയിരിക്കും ഉറപ്പാണ്. ചിലപ്പോൾ UDF ആയിരിക്കും തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഉള്ള ഭരണത്തിനെ കുറച്ച് കുറവുകളുണ്ട്. അതുകൊണ്ട് തന്നെ UDF തന്നെ ആയിരിക്കും. അവര് തമ്മിലടിക്കാതെ വരികയാണെങ്കിൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. തമ്മിലടിയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കോൺഗ്രസിന് ദേശീയ തലത്തിൽ അങ്ങനെയാണ്. കോൺഗ്രസ് വരികയാണെങ്കിൽ ഇവിടെ രാജ്യത്ത് നല്ലൊരു മാറ്റം വരും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ കേരളത്തില് UDF വരികയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സാധ്യത അത് പറയാൻ പറ്റത്തില്ല. അത് അവരെ കമ്മിറ്റി അവര് തീരുമാനിക്കേണ്ടതാണ്, നമ്മൾ തീരുമാനിക്കുന്നത്. അത് അവര് ചിലവര് പറയുന്നത് അങ്ങേർക്കും അതിനുള്ള ഒരു പോപ്പില്ല.
അതിനുള്ള അങ്ങനെ നല്ല വിദ്യാഭ്യാസം തരൂരിനെ മാറ്റി നിർത്തിയാലോ വേറെ വേറെ ആരെങ്കിലും കാണും. പക്ഷേ ഒരു കാര്യം, അങ്ങനെ വിദ്യാഭ്യാസം ഉണ്ട്, നല്ല കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ തരൂരിനെ ഞാൻ ഇപ്പൊ ചോദിക്കാൻ കാരണം തരൂർ ഇപ്പൊ പാർട്ടി തന്നെ മാറുമോ എന്നുള്ളൊരു ആശങ്ക. അതൊരു പ്രശ്നമാണ്. അത് കാര്യലാഭത്തിന് വേണ്ടി പോകുന്നവരാണല്ലോ പാർട്ടി പ്രവർത്തകർ. ഇത് ദേശീയ തലത്തിൽ ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പാവപ്പെട്ടവന്റെ ജീവിതമാണ് പ്രധാനം. ഇപ്പം മോഡി സർക്കാരിനോട് മോഡി വ്യക്തിപരമായിട്ട് അങ്ങനെ നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു കൂടെ ഇരിക്കുന്നവര് ശരിയല്ല. അതാണ് അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു നല്ലൊരു പ്രസ്ഥാനമാണ്. അതിന് കൈവിട്ടു പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യു ഡി എഫിനാണ് സാധ്യത. എന്തുകൊണ്ടാണ് യു ഡി എഫ് എന്ന് പറയാൻ കഴിയും? ഭരണത്തോടുള്ള എതിർപ്പ് നെഗറ്റീവ് ഇഷ്ടം പോലെ ഉണ്ട്. ഭരണവിരുദ്ധ ഉണ്ട്. ഭരണവിരുദ്ധ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ സീറ്റ് അഥവാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സാധ്യത? അതിപ്പോ പറയില്ല, നമുക്കറിയാം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യു ഡി എഫിനകത്ത് എന്ത് സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല. അല്ല, എന്നാലും പുറമെ കാണുമ്പോൾ ഒരു സാധ്യത കൂടുതൽ അത് പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കോൺഗ്രസിനകത്ത് ഉള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ നിർവഹിക്കാൻ പറ്റാതെ. അതെ, ഇവിടെ ആരാണ് അധികാരത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കെ സി വേണമെന്നാരോട് ഇരിക്കുന്ന പറന്നിറങ്ങാൻ സാധ്യത. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ ഭക്ഷ്യസാധനങ്ങൾക്ക് വില കൂടുതൽ, ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് CPM-ന്റെ അല്ലെങ്കിൽ CPM അനുഭാവികളായ കുറെ ആൾക്കാർ കൂടി ചേർന്ന് UDF ജയിപ്പിക്കും. ഷുവറാ. പിന്നെ അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞങ്ങൾ ഉദ്യോഗസ്ഥരായിരുന്നു, ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഡെയിലി ഞങ്ങൾ പല ഓഫീസുകളിൽ കയറുന്ന ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഓഫീസിലെ ആൾക്കാർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒന്ന്. രണ്ട്, പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇവിടെ സീനിയർ മോസ്റ്റ് എന്ന് പറയുന്ന ഒരാളും നല്ല വളരെ ചെറുപ്പപ്രായത്തിൽ മന്ത്രിയായിരുന്ന ഒരാളും ഇന്നുള്ളതിൽ കൊള്ളാവുന്ന ഒരാളും എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. സാഹചര്യം വെച്ച് അയാൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടുത്തെ NSSകാരായിരുന്നാലും ശരി, SNDP ആയിരുന്നാലും ശരി, ലീഗ് ആയിരുന്നാലും ശരി, ഇവിടുത്തെ മറ്റുള്ള കൊച്ചു കൊച്ചു സംഘടനയെല്ലാം രമേശ് വരണം എന്നുള്ള ആളാണ് ഉള്ളത്. അത് വരും എന്നാണ് പ്രതീക്ഷ. വരട്ടെ, അങ്ങനെ വരട്ടെ. വേറെ അല്ല സാറേ, ഒന്ന് പറഞ്ഞാൽ ആര് ഭരിച്ചാലും ഇവിടുത്തെ ഭക്ഷ്യസാധനത്തിന് വില കുറച്ച് പാവങ്ങളെ സഹായിക്കുക. ഒരു സ്ത്രീക്ക് പോലും ഞങ്ങൾ താമസം പാറോട്ട് കേശവപുരത്ത് നിന്ന് സാധനം വാങ്ങിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതിനൊരു മാറ്റം വരണം. അത് ആരായിരുന്നാലും മാറ്റം വന്നേ പറ്റൂ. എങ്കിലേ വീണ്ടും വരാം. അല്ലെങ്കിൽ ഇവര് വന്നാൽ അടുത്ത പേര് വരും. അങ്ങനെ വരട്ടെ. പറഞ്ഞിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ UDF-ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് UDF എപ്പോഴും വർഗീയ കക്ഷികൾക്ക്, NSS, SNDP, അതുപോലെ വലിയ മുസ്ലിം ലീഗ്, ഇങ്ങനെയുള്ള വർഗീയ കക്ഷികളുടെ ഇടപെടലാണ് UDF-നകത്ത്. അവരുടെ സ്വാധീനമാണ്. അവർ പറയുന്ന ആളുകൾ അതെ, വർഗീയ ഭേദാവികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് UDF-ൽ മുഖ്യമന്ത്രിമാരെയും മന്ത്രി അതെ അങ്ങനെയാണ് തീരുമാനം. അതൊരു നാടിന് തന്നെ ആപത്താണ്. 2026 ആര് അധികാരത്തിൽ വരാൻ സാധ്യത? 2026 കോൺഗ്രസ് UDF തന്നെ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അത് 100% ഉറപ്പല്ലേ. ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം വരും എന്നുള്ളത് തന്നെയാണ്. കാരണം പകരം ഓപ്ഷൻ ഇല്ല. കാരണം ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതേ പറയാൻ ഒക്കുള്ളൂ. അങ്ങനെ ഇടതുപക്ഷമാണ് വരുന്നുണ്ടെങ്കിൽ ആര് ലീഡ് ചെയ്ത് ആര് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത? പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, അത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടി എടുത്ത് അനുയോജ്യമായ തീരുമാനം എടുക്കും. ആ, ഇവിടെ എന്താണ് അഭിപ്രായം? ഇടതുപക്ഷ അനുഭാവിയാണ്. വീണ്ടും ഒരു പിണറായി സർക്കാർ പാർട്ടി തീരുമാനിക്കാതെ ആര് വരണം പറയാകൂല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഉള്ള പാർട്ടിയിൽ ഇത് തന്നെ വരാനാണ് സാധ്യത. ഇടതുപക്ഷം തന്നെ വരാനാണ് സാധ്യത. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ നോക്കണമെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും ശൈലജയാണെങ്കിൽ ഇപ്പം ഇടതുപക്ഷത്തിനെ കിട്ടുള്ളൂ. ശൈലജ ടീച്ചറാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് അറിവ്. ശൈലജ ടീച്ചർ നിൽക്കുമെങ്കിൽ കേരളത്തിൽ LDF വരുള്ളൂ. അത് തീർച്ചയാണ്. കേട്ടല്ലോ, ഇതാണ് ജനങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ചിന്ത എന്താണ്? നിങ്ങൾ ആര് ജയിക്കുമെന്നാണ് കരുതുന്നത്? നിങ്ങൾ ആര് അധികാരത്തിൽ വരും, ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ് കരുതുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.